ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെ സ്മാർട്ട് വഴി കെട്ടിട നികുതിയിലെ ബിൽഡിംഗ് ടാക്സ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്താനായിട്ട് പറ്റുക എന്നുള്ളതാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബേസിക്കലി എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് മുമ്പ് കെട്ടിട നികുതി നമ്മൾ അടയ്ക്കേണ്ടതാണ്. അല്ലാത്ത വർഷം നമുക്ക് പലിശ അല്ലെങ്കിൽ ഫൈൻ അതിനകത്ത് ഈടാക്കപ്പെടുന്നതാണ്. സോ അതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി ഫോർ എക്സാമ്പിൾ ആപ്പ് വഴി ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് ഗൂഗിൾ കോം ഓപ്പൺ ചെയ്ത് കെ സ്മാർട്ട് എന്ന് കൊടുക്കുക. കെ സ്മാർട്ട് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോർട്ടലിലേക്ക് ഓപ്പൺ ആയി വരും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാവേണ്ടതാണ്. അക്കൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് രജിസ്റ്റർ എടുത്ത് സിറ്റിസൺ രജിസ്ട്രേഷൻ കൊടുത്ത് അതിനുശേഷം ഏതില്ല ഇംഗ്ലീഷിൽ വേണോ മലയാളം വേണോ എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് ഒതന്റിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി എന്താ പറയുക, എങ്ങനെയാണ് അക്കൗണ്ട് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കാം. അതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നേരെ തിരിച്ചു വന്ന് ലോഗിൻ എടുക്കുക. ലോഗിനകത്ത് സിറ്റിസൺ ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ കൊടുക്കുക. ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP, ആ പറയപ്പെടുന്ന റെസ്പെക്റ്റീവ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. OTP കറക്റ്റ് ആണ്, വെരിഫൈ ലോഗിൻ ആവുന്നതാണ്. നിങ്ങളുടെ പേജിലേക്ക് ലോഗിൻ ആയി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പോയിട്ട് ന്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അവിടെ വന്നിട്ട് രണ്ടാമത്തെ സെലക്ഷൻ പ്രോപ്പർട്ടി ടാക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടാക്സ് പേയ്മെന്റിനകത്ത് പേ ടാക്സ് ബൈ സെർച്ച്, രണ്ടാമത്തെ ഓപ്ഷൻ പേ ടാക്സ് ബൈ സെർച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏതാണോ ജില്ല, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണോ മുനിസിപ്പൽ കോർപ്പറേഷനോ പഞ്ചായത്താണോ സെലക്ട് ചെയ്യുക. അതിനുശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോക്കൽ ബോഡിയുടെ നെയിം സെലക്ട് ചെയ്യുക. ലോക്കൽ ബോഡിയുടെ നെയിം ഏതാണോ ആ നെയിം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ വാർഡ് ഡീറ്റെയിലിൽ നിന്ന് വാർഡ് സെലക്ട് ചെയ്യാം. ഏതാണ് വാർഡ്, കറസ്പോണ്ടിങ് വാർഡ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ വീട്ട് നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓണറുടെ പേര് വെച്ചിട്ടോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് വെച്ചിട്ടോ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ വീട്ട് നമ്പർ വെച്ചിട്ടാണ് സെർച്ച് ചെയ്തത്. വീട്ട് നമ്പർ വെച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. അപ്പോൾ ആ പറയപ്പെടുന്ന വ്യക്തിയുടെ ബിൽഡിംഗ് ID ഏത് വാർഡിൽ എത്രാമത്തെ നമ്പറിലാണ് വരുന്നത്, ഓണറുടെ പേര് എന്താണ്, ആ ബിൽഡിങ്ങിന്റെ സ്ക്വയർ മീറ്റർ അതായത് സ്ക്വയർ ഏരിയ എത്രയാണ്, ആനുവൽ ടാക്സ് എത്രയാണ്, ടാക്സ് സെലക്ട് അടുക്കണം. ഇവിടെ സെലക്ട് എന്ന് കൊടുക്കും. ആ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ എമൗണ്ട് ഇവിടെ കാണിക്കും. ആനുവൽ ടാക്സിലെ ടാക്സ് ഡ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അപ്പോൾ കാണിക്കുന്നിടത്തത് നിങ്ങൾക്ക് പേ ഓൺലൈനിൽ നിന്ന് കൊടുക്കും. പേ ഓൺലൈനിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് UPI ID കൊടുത്തോ അല്ലെങ്കിൽ കാർഡ് പേയ്മെന്റ് വഴിയോ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.